പരിപാടി ഇവിടെ പറ്റില്ല. ഇങ്ങനെ അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ ഇത് നിയമസഭയൊന്നുമല്ലല്ലോ. ഇത് പൗലോസിന്റെ വീടാ, പൗലോസ് കോട്ടേജ്. പൗലോസ് ചേട്ടാ, ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. എന്നിട്ട് ഇതുവരെ അടുത്ത വീട്ടിലെ താമസക്കാരനുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അതിന് അടുത്ത വീട്ടിൽ താമസക്കാരനുണ്ടായിട്ട് വേണ്ട നിനക്ക് വഴക്കുണ്ടാക്കാൻ. അതിപ്പോ എന്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. എന്റെ മിസ്റ്റേക്കാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും. പൗലോസ് ചേട്ടാ, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പൗലോസ് ചേട്ടൻ ഒന്ന് അന്വേഷിച്ചു നോക്ക്. പിന്നെ നീ ഉണ്ടാക്കിയ വഴക്കിന്റെ ലിസ്റ്റ് എടുക്കലല്ല എന്റെ പണി. നിന്റെ ഒക്കെ സ്വഭാവം അറിയാൻ എനിക്ക് അവിടെ ഇവിടെയും പോകണ്ടടാ. ഞാൻ അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാ. ഇനി എന്റെ മക്കൾ ഒരു ഉപകാരം ചെയ്തു തന്നാ മതി. രണ്ടുപേരും വീട് കാലിയാക്കിട്ടൊന്ന് പോ. ഞാൻ എന്തിനാ വീട് ഒഴിഞ്ഞിരുന്നത്? ഈ അലമ്പ് മുഴുവൻ ഉണ്ടായത് യവൻ വന്നേ പിന്നെയാണ്. യവൻ വീട് ഒഴിയട്ടെ. ഞാനേ കൃത്യമായി വാടക കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. എന്നെ അങ്ങനെ പുറത്താക്കാൻ ഒരു ഹൗസ് ഓണർക്കും സാധിക്കില്ല. സാധിക്കും, ഒരു ഹൗസ് ഓണർക്ക് സാധിക്കും. എനിക്ക് മോനെ ബാലു, മോനെ സക്രിയ, പൗലോസേട്ടനെ പേടിപ്പിച്ച് ഇവിടെ താമസിക്കാമെന്ന് മോഹിക്കണ്ട. അവസാനമായിട്ട് പറയാണ്, രണ്ടുപേരും ഉടനെ വീട് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്താക്കും. പൗലോസ് ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ ഞാനാ വിളിക്കുന്നത്, ഇങ്ങ് വന്നേ. പിന്നെ നീ വിളിക്കുമ്പോ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്താ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. വേറെ വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് വീട് തരാൻ 100 ആള് കാണും. പക്ഷെ പൗലോസ് എന്ത് പക്ഷേ ആ 100-ൽ ഒരാളുടെ വീട്ടിൽ പോയി താമസിക്കണോ? അതല്ല പൗലോസ് ചേട്ടാ പ്രശ്നം. വീട് എനിക്ക് കിട്ടും, പക്ഷെ പൗലോസ് ചേട്ടനെ പോലെ ഒരു ഹൗസ് ഓണർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഡിസ്പെൻസറിയിൽ നിന്ന് വരുമ്പോ രാത്രിയാവും, ചിലപ്പോ അർദ്ധരാത്രിയാവും. അതുവരെ എന്റെ ഭാര്യ ഇവിടെ തനിച്ചാണ്. പൗലോസ് ചേട്ടനെ പോലെ മാന്യനും മര്യാദക്കാരനുമായ ഒരാൾ ഇവിടെ ഉള്ളതാണ് എന്റെ ആകെയുള്ള സമാധാനം. ഈ ഒരു സമാധാനം വേറെ എവിടെ താമസിച്ചാലും എനിക്ക് കിട്ടില്ല. ഈ ഒരു സമാധാനത്തിന് വേണ്ടി 100-ഓ 150-ഓ വാടക കൂടുതൽ തരാൻ ഞാൻ തയ്യാറാണ്. അത് 200 ആവുന്നതിൽ എനിക്ക് പ്രശ്നമല്ല. നീ അവസാനമായിട്ട് എത്ര പറഞ്ഞു? 150. എത്ര? 200. ഈ ടോക്ക് അവൻ അറിയണ്ട. വന്നേ. പൗലോസ് ചേട്ടാ, എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ നീ എപ്പോഴാ വീട് ഒഴിയണത്? ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ. പൗലോസേട്ടൻ പറയുന്ന പോലെ ഞാൻ അനുസരിക്കും. കാരണം ഒരു ഹൗസ് ഓണർ ആയിട്ടല്ല ഞാൻ പൗലോസേട്ടനെ കണ്ടിരിക്കുന്നത്, എന്റെ അപ്പച്ചനായിട്ടാണ്. എന്റെ അപ്പച്ചൻ മരിച്ച പിന്നെ ഞാനൊരു അപ്പച്ചനെ കാണുന്നത് പൗലോസേട്ടനില്ല. ഇനി പറ, ഞാൻ എപ്പോഴാ ഒഴിയേണ്ടത്? ഇനിയിപ്പോ അപ്പച്ചനായിട്ടൊന്നും പറയണില്ല മോനെ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഞാനും അത്രേ പറയുന്നുള്ളൂ. പരസ്പരം സ്നേഹിക്കണം. അത് നിനക്ക് സാധിക്കൂ. പിന്നെ വാടക കൃത്യമായിട്ട് തരണം. അല്ല, യേശു ക്രിസ്തു വാടക കൊടുക്കണ്ട അത് പറഞ്ഞാ ഇല്ല. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? നേരം വെളുക്കുന്നതിന് മുമ്പ് വാങ്ങോട്ട് തുടങ്ങിയോ? ഇവിടുന്ന് നോക്കിയിട്ട് കൊതി തീരുന്നില്ലെങ്കിലേ അങ്ങോട്ട് അടുത്ത് ചെന്ന് നോക്കൂ. എന്തു ഞാൻ അവളെ നോക്കിയതല്ല, ഒന്ന് തുപ്പിയതാ. ഇങ്ങനെ പോയാൽ എല്ലാരും മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ എടുത്തു വെക്കുന്നത്? നിനക്കിന്ന് പോകണ്ടേ? എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണല്ലോ കണ്ട അവളുമാരുടെ കൂടെ കൂത്താടി നടക്കാൻ. നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും മറ്റേ അർത്ഥം കാണല്ലേ എന്തു? നിന്റെ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നീ അല്ലാതെ വേറൊരു പെണ്ണുമായിട്ട് ഞാൻ കൂത്താടാറില്ല. ഇന്നത്തോടെ നിന്റെ ലീവ് തീരുന്നല്ലോ എന്ന് കരുതിയാണ് ഇതൊക്കെ ഞാൻ പെട്ടിയിലാക്കിയത്. എന്റെ ലീവ് തീർന്നു എന്ന് കരുതി ഉണ്ണിയായിട്ട് വിഷമിക്കണ്ട. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഞാൻ കമ്പനിക്ക് എഴുതിയിട്ടുണ്ട്. അയ്യോടാ, അപ്പൊ നീ ജോയിൻ ചെയ്യുന്നില്ലേ? ഇല്ല, ഒന്നിക്കൽ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടണം, അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ അങ്ങോട്ട് വരണം. ശരിയാ, നമ്മൾ അവിടെ എവിടെയാ ജീവിതം ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, നീ ആ ജോലി രാജിവെച്ചിട്ട് വാ. എനിക്ക് കിട്ടുന്നുണ്ട്, നമുക്കിവിടെ കഴിയാം. ആ പൂതി അങ്ങ് മനസ്സിരുന്നാ മതി. എന്റെ ജോലി കൂടി കളഞ്ഞിട്ട് വേണം എന്നെ ഒതുക്കി നിർത്തി ഉണ്ണിയേട്ടൻ തോന്നിയ പോലെ നടക്കാൻ. ട്രാൻസ്ഫർ ശരിയാക്കാനുള്ള കഴിവില്ലെങ്കിലേ ജോലി രാജിവെച്ച് എന്റെ കൂടെ അങ്ങോട്ട് വരണം. എനിക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് അവിടെ കഴിയാം. എന്നിട്ട് വേണം എന്നെ ഒതുക്കിട്ട് അവക്ക് കൂത്താടി കിടക്കാൻ. എന്താ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. നിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാന്ന് പറയായിരുന്നു. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. നീ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കല്ലേ എന്തു? ഞാൻ ചത്തു. ശ്വാസം മുട്ട് അനുഭവപ്പെടാറുണ്ടോ? പാൻ തുറന്നേ, നല്ലോണം തുറക്ക്. ശ്വാസം വലിച്ചോട്ടെ, ഒന്നുകൂടെ വലിച്ചോട്ടെ. എപ്പോ വർക്ക് ചെയ്യുന്നില്ലേ?
ഇതൊക്കെ ഇതിന്റെ അകത്ത് കുത്തിക്കയറ്റി വെച്ച് എങ്ങനെയാണോ ഹൃദയം കൂടി പറയുന്നത്? ഡോക്ടറെ, ഇരിക്കെ. രാത്രി ആവുമ്പോ ഇടത്തെ കാലിന് ഭയങ്കര വേദന. നടപ്പൊക്കെ ഇനി അല്പം ഒന്ന് കുറയ്ക്കണം. പ്രായമൊക്കെ ആയില്ലേ? അപ്പൊ പ്രായത്തിന്റെ ആണല്ലോ ഈ വേദന? അതെ. എങ്കിൽ അതേ പ്രായം തന്നെ എന്റെ വലത്തെ കാലിനും. ആ കാലിന് വേദന ഒന്നുമില്ലല്ലോ. ചികിത്സിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഒരു ഡോക്ടർ. കണ്ടോ ബാലു ലോകം? സത്യം പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ കുറെ കൂടി പ്രാക്ടിക്കൽ ആകണം. അത് പേഷ്യന്റ് ആയാലും ശരി, ഭാര്യ ആയാലും ശരി, നമ്മുടെ ഭാഗം നമ്മൾ ശരിയാക്കി പോയാൽ നമുക്കും ബുദ്ധിമുട്ടില്ല, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ല. അല്ല, ഉണ്ണികൃഷ്ണൻ എന്താ പറഞ്ഞു വരുന്നത്? അതായത് ഇപ്പൊ തന്നെ നമ്മൾ രണ്ടുപേരുടെയും ഭാര്യമാര് തമ്മിൽ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ നടത്താൻ നമ്മൾ തീരുമാനിച്ചതുപോലെ അതങ്ങ് നടത്തിയാ പിന്നെ ബാലുവിനും ബുദ്ധിമുട്ടില്ല, എനിക്കും ബുദ്ധിമുട്ടില്ല. അതെനിക്കല്പം ബുദ്ധിമുട്ടാണ്. ബാലു എനിക്ക് വാക്ക് തന്നാ ആ വാക്ക് ഞാൻ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. പോരെ? ഇങ്ങനെ അപ്പപ്പോ ഓരോന്ന് പറയാനും പറഞ്ഞത് മുഴുവൻ തിരിച്ചു വിഴുങ്ങാനും തുടങ്ങിയ നമ്മളും പെണ്ണുങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഉണ്ണികൃഷ്ണ, തൽക്കാലം താൻ എന്നെ വ്യത്യാസം ഒന്നും പഠിപ്പിക്കണ്ട. ഇത് പഠിപ്പിക്കാൻ തന്നെ ഇങ്ങോട്ട് വിട്ട അവനില്ലേ ആ സക്കറിയ, ആ അച്ചിക്കോന്തനോട് പറഞ്ഞേക്ക് ഇനി ഈ വക പരിപ്പൊന്നും ഈ കാലത്തിൽ വേവൂല. ബാലു വിചാരിക്കുന്ന പോലെ സക്കറിയ പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ. വേണ്ട, വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാം എനിക്കറിയാം. എടോ, ഇനി താനും അവനും കൂടെ എന്തൊക്കെ അടവ് പറ്റിയാലും അശ്വതി ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് കരുതണ്ട. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ന്യൂ ഇന്ത്യ കെമിക്കൽസിന്റെ സൂപ്രണ്ടിന്റെ കസേരയിൽ അശ്വതി തന്നെ ഇരിക്കും. അത് തടുക്കാൻ താനല്ല തന്റെ മറ്റവൻ വിചാരിച്ചാലും നടക്കാൻ പോണില്ല. അതിന് ഞാനും എന്റെ മറ്റവനും വല്ലതും വിചാരിച്ചിട്ട് വേണ്ടേ? ബാലു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിക്കും താനാണ്. സക്രിയയുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവയാണ് ഞാനെന്നാണ് താൻ കരുതിയിരിക്കുന്നത്. ഞാനിവിടെ വന്നതേ എന്റെ കാര്യത്തിനാണ്, എന്റെ ഭാര്യയുടെ കാര്യത്തിന്. അതിന് മാത്രമാണെങ്കിൽ താൻ എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത്? സക്രിയാണ് നാട് തിരുവനന്തപുരത്തല്ലേ. അവന്റെ ഭാര്യയോട് ട്രാൻസ്ഫർ വാങ്ങി പോകാൻ പറയാത്ത എന്താ? അവനാണെങ്കിൽ ജോലിയും പണിയും ഇല്ലാതെ നടക്കുന്നു. ഭാര്യയും കൂട്ടി നാട്ടിലേക്ക് പോകാൻ പറ. അവിടെ ആകുമ്പോ വല്ല കിളച്ചോ പറിച്ചോ ഒക്കെ ജീവിക്കാമല്ലോ. അവന്റെ അച്ഛനോട് പോയി പറയാൻ പറ, കിളച്ചോ പറച്ചോ ജീവിക്കാൻ. അവൻ പറയുന്നതിലും അല്പ കാര്യമുണ്ട്. നിനക്ക് നാട്ടിൽ പോയാ എന്താ? ഉണ്ണികൃഷ്ണ, അവന്റെ വക്കാലത്തുമായിട്ട് നീ എന്റെ അടുത്ത് വരരുത്. അവനെ നിനക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാനാണ്. ഞാൻ പറയുന്നു, ആ പരിചയം ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. സക്രിയ, നീ ശരിക്കും ഒന്ന് ആലോചിച്ചു. നീ ഇപ്പൊ നിൽക്കുന്ന അപകടത്തില. നിന്റെ ജോലി പോയ വിവരം മേരി അറിഞ്ഞിട്ടില്ലല്ലോ. അവളതറിഞ്ഞ നിന്നെ കൊണ്ട് അവള് മുറ്റം അടുപ്പിക്കും. അവരുടെ ചെരുപ്പ് വരെ നീ തുടച്ചു കൊടുക്കേണ്ടി വരും. നാട്ടിൽ നിനക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഇല്ലേ? അവര് വിചാരിച്ചാൽ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടും. എന്റെ സുഹൃത്തുക്കൾ വിചാരിച്ചാൽ 100 കണക്കിന് ജോലി കിട്ടും. പക്ഷെ നീ അടക്കമുള്ള ഏതെങ്കിലും ഒരു തെണ്ടി അതിനുവേണ്ടി ശ്രമിക്കുമോ? അതും ശരിയാ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എന്റെ ഏറ്റവും അടുത്ത് ഞാൻ താമസിപ്പിച്ചു. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ പാരയുമായിട്ടാണ് അവൻ നടക്കുന്നത്. എന്റെ ഭാര്യ ഇവിടുന്ന് ഓടിച്ചിട്ട് അവൻ അവന്റെ ഭാര്യയെ സൂപ്രണ്ടാക്കണം. അതിന് അവനും നീയും കൂടി എത്ര വലിയ പാരയും കൊണ്ടുവന്നാലും എനിക്കൊരു പുല്ലുമില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സൂപ്രണ്ടിന്റെ കസേരയിൽ ഇരിക്കുന്ന മേരി ആയിരിക്കും. മേരി ആയിരിക്കണം. സൂപ്രണ്ടിന്റെ കസേരയിൽ മേരി ഇരിക്കണമെന്നാ എന്റെയും ആഗ്രഹം. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ നോക്കിയത് നിന്റെ കാര്യമാണ്. ഭാര്യയെ സൂപ്രണ്ടാക്കാനുള്ള ബദ്ധപ്പാടിനിടയിൽ നീ നിന്റെ സ്വന്തം കാര്യം മറക്കരുത്. 10 പൈസ സ്വന്തമായി വരുമാനമില്ലാതെ നീ ഇങ്ങനെ തെണ്ടി പോലെ എത്ര നാൾ ജീവിക്കും? ഒരു ജോലി ഇല്ലാതെ നീ എങ്ങനെ പിടിച്ചു നിൽക്കും? എങ്ങനെ നിൽക്കും? എന്ത് ജോലി ചെയ്തും ഞാൻ ജീവിക്കും. എടാ, സക്രിയക്ക് ജീവിക്കാൻ ഒരു വൈറ്റ് കോളർ ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. എന്ത് തറ പണി ചെയ്യാനും ഞാൻ തയ്യാറാ. അതുകൊണ്ട് ജോലിയുടെ കാര്യം പറഞ്ഞൊന്നും ആരും എന്നെ വരട്ടാൻ വരണ്ട. താൻ എന്ത് വൃത്തികേടാ അവിടെ കാണിക്കുന്നത്? തന്റെ കാറ് കഴുകുന്നു, അതിൽ കവിഞ്ഞ വൃത്തിയോടൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെ കഴിയാലേ ഇതിന്ന് ഒരഴുക്കും പോകാൻ പോകുന്നില്ല. പോകുന്ന അഴുക്കൊക്കെ പോയാ മതി എന്ന് താൻ പറഞ്ഞാൽ മതിയോ? ഇതിൽ മാന്യന്മാരായ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ളതാ. താ ഇതൊന്ന് പിടിക്ക. ഇത് കണ്ടോ, ഞാനും ഒരു മാന്യനാണ്, തന്നെക്കാൾ മാന്യൻ. അതുകൊണ്ട് മാന്യനെ കുറിച്ചൊന്നും താൻ കൂടുതൽ എന്നോട് പറയണ്ട. ഇനി ഞാൻ കഴുകുന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ താൻ തന്നെ കഴിക്കോ. അതിന്റെ കാശ് എനിക്ക് തന്നാ മതി. അധികം പഠിപ്പിക്കാൻ നിൽക്കാ. സാർ അങ്ങോട്ട് മാറിയില്ല. എന്റെ പണി ചെയ്യാൻ എനിക്കറിയാം. ഞാനൊരു 360. ശരി സാർ, പൈസ കൊടുത്തില്ല. ഹലോ 360. 360. അല്ല, ഇത് മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന മറ്റൊരങ്ങളാ. എനിക്കറിയാം. അങ്കിൾ കള്ളം പറയാ.
ഒന്ന് പോടേ അവിടുന്ന്. മോൻ ഇവിടെ നിൽക്കുക പപ്പുവാ. അച്ഛാ ദേ അങ്കിൾ വാ നോക്കിയെന്നത് മതി. കൃത്യമായിട്ട് സ്കൂളിൽ പോയി പഠിച്ചില്ലെങ്കിലേ ഇതുപോലെ നിന്ന് കാറ് കഴുകേണ്ടി വരും. കാറ് കഴുകൽ മാത്രമല്ല, ചിലപ്പോ ചിരക്കാൻ വരെ പോകേണ്ടി വരും. മോൻ വാ. എടാ, ഹേയ്. എടാ, പോക്കിരിത്തരം കാണിച്ചാലുണ്ടല്ലോ. ആദ്യം നീ അല്ലേടാ പോക്കിരിത്തരം കാണിച്ചത്? എന്തോന്ന് സോറി? ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ക്ഷമിക്കണം സാർ. ക്ഷമിക്കാനോ? വിട്ട് നട്ടലോടിക്കാണ് വേണ്ടത്. എടോ ഇവനെയൊക്കെ ജോലിക്ക് വെച്ച തന്നെ വേണം ആദ്യം അടിക്കാൻ. സാർ, ഞാൻ മര്യാദയ്ക്ക് ഇങ്ങനെ കാറിൽ വെള്ളം ഇവിടെ ജോലി ചെയ്താ പോലെ അങ്ങനെ എവൻ പറയുന്നിട്ട് സാർ എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. ഞാൻ പോവില്ല. പോണോ പോവില്ല. പോകാനല്ലേ പറഞ്ഞു.